5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹം ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ വിവാദമൊക്കെ ആവാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം നൂലിൽ കെട്ടി ഇറങ്ങിയതല്ല തൃശ്ശൂർ. അദ്ദേഹം ഓട് പൊളിച്ചിറങ്ങിയതുമല്ല. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ആദ്യ തവണ തോറ്റുപോയി, രണ്ടാം തവണ അവിടെ ചെന്ന് നിന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് അവിടുത്തെ കരിവന്നൂർ കേസിലൊക്കെ സാധാരണ കേസിലൊക്കെ വലിയ ജാഥ നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചു, അവിടുത്തെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ നിരവധി ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ്. സാധാരണ സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും IAS IPS ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ സഹായത്താൽ വന്ന് മത്സരിച്ച് തോറ്റുപോയാൽ പിന്നെ ആ മണ്ഡലം തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. ജയിച്ചു കഴിഞ്ഞാലും അവരൊരു ഫാൻസി രൂപത്തിലൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇദ്ദേഹം തോറ്റിട്ടും അവിടെ തന്നെ നിരന്തരം തുടർന്ന് ജനസേവനത്തിന്റെ പുതിയ മാർഗങ്ങൾ രൂപീകരിച്ച് അദ്ദേഹം അങ്ങനെയാണ് ആദിവാസികളും ദളിതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. പക്ഷെ നമ്മുടെ വേടൻ പറഞ്ഞു തൃശ്ശൂർക്കാർക്ക് എന്തോ അബദ്ധം പറ്റിയെന്ന്. വേടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേടൻ BJP വിരുദ്ധനാണോ അതോ സംഘവിരുദ്ധനാണോ? വേടൻ RSS വിരുദ്ധനാണോ? വേടന്റെ പ്രശ്നം എന്താണ്? വേടൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ജനാധിപത്യത്തിൽ ആളുകൾ മത്സരിക്കുമ്പോൾ ജയിക്കും. അപ്പൊ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളെ അവഹേളിക്കുകയാണോ? അവരെ മുഖത്ത് നോക്കി ആരാണ് അവകാശം, ആർക്കാണ് ഇത്ര അവകാശമുള്ളത്? നിങ്ങൾ മറ്റൊരാൾ വോട്ട് ചെയ്യണമെന്നും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത് ചോദിക്കാൻ എനിക്കെന്ത് അവകാശമെന്നേ? എൻ്റെ അവകാശം ഞാൻ വിനിയോഗിക്കുന്നു, എൻ്റെ വോട്ട്. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് എനിക്ക് ഇറങ്ങി പറയാം സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കരുത്, ഇന്നയാളിന് വോട്ട് കൊടുക്കും. പക്ഷെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞു നടക്കുന്നത് വളരെ മോശമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് കൂടെയൊക്കെ അല്ലേ വേടാ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൊട്ടും ബഹളവും വഴക്കും ഒക്കെ ഒരുപാട് ഹാൻഡിലുകളിൽ നിന്ന് കിട്ടുന്നത്? നിങ്ങൾ വിലപിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യമതല്ലേ? നിങ്ങളെ സഹായിക്കുന്നവർ, ഞാൻ പലപ്പോഴും നിങ്ങളോടൊരു സഹതാപവും സ്നേഹവും നിങ്ങൾ വളരെ വലിയ ഒരു കാര്യമാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ നിങ്ങളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. ആരെയും നമുക്ക് വിമർശിക്കാം, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് സുരേഷ് ഗോപിയോട് എതിർപ്പാവട്ടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് എതിർപ്പ് പറയാം, അദ്ദേഹത്തിന് BJPയോടും RSSനോടും ഒക്കെ താങ്കൾക്ക് എതിർപ്പ് പറയാം. പക്ഷേ ജനാധിപത്യത്തിൽ വോട്ട് നേടി ജയിച്ചു വന്ന ഒരാളിനെ, ആ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സുരേഷ് ഗോപിയെ അല്ല അധിക്ഷേപിക്കുന്നത്, അവിടെ വോട്ട് ചെയ്ത സാധാരണ ജനങ്ങളെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താണിയാകുന്നവർ, അവർ അശരണരായി നിൽക്കുന്നവർ, നിശബ്ദരായി നിൽക്കുന്നവർക്ക് ത്രാണിയായി ആരാണോ വരുന്നത് അവരെ കൂടെ നിൽക്കും ജനങ്ങൾ. അവരത് BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ നോക്കി തത്വാധിഷ്ഠിതമൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. പാവപ്പെട്ടവന്റെ തോളിൽ കൈയിടുന്ന, പാവപ്പെട്ടവന്റെ വീട്ടിൽ കല്യാണത്തിന് പോകുന്ന, മരണത്തിന് പോകുന്ന, പാവപ്പെട്ടവർക്ക് അശരണരായി നിൽക്കുന്ന, അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, അവരുടെ ചികിത്സാ ചെലവുകൾ നിവർത്തിക്കുന്ന, അവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്ന ഒരുപാട് വലിയ നേതാക്കളുണ്ട്. ആ നേതാക്കളോട് ജനങ്ങൾ ചേർന്ന് നിൽക്കും. അതിന് അസൂയപ്പെട്ടിട്ടോ കുശുമപ്പെട്ടിട്ടോ കാര്യമില്ല. ഇപ്പൊ സുരേഷ് ഗോപി വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നാണെങ്കിൽ സുരേഷ് ഗോപി കൊള്ളാം, BJP പോയപ്പോൾ സുരേഷ് ഗോപിയുടെ മോശം. BJP പറയുന്നത് സുരേഷ് ഗോപിയെ പറയുന്നത് എന്തിനാണ്? അപ്പൊ അദ്ദേഹം ജയിച്ചത് എന്തോ ആരുടെയോ കാരുണ്യം കൊണ്ട് രഹസ്യമായി പാതിരാത്രി വോട്ട് വെട്ടി പൊട്ടിച്ച് ജയിച്ചു എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരുടെയെങ്കിലും കോടാലിയായി നിന്നുകൊണ്ട്, ബിനാമിയായി നിന്നുകൊണ്ട് പറയുന്ന വർത്തമാനമായിട്ടായി നമുക്ക് കാണാൻ കഴിയും. സുരേഷ് ഗോപി ജയിച്ചത് അംഗീകരിക്കുക. അവിടെ പിന്നെ വേറെ ന്യായമൊന്നുമില്ല. ജനാധിപത്യമാണ്, തെരഞ്ഞെടുപ്പാണ്. അവിടെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അയാൾ ചിലപ്പം ഏതെങ്കിലും SDPക്കാർ ഒരുപാട് പേരുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ അവസരം കൊടുത്താൽ അവർ ജയിക്കും. സ്വാഭാവികമായിട്ട് ജമാഅത്ത് ഇസ്ലാമി ജയിച്ചിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ജയിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിലാണെന്നേ ഉള്ളൂ. അവരൊക്കെ പ്രാദേശികമായി പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അവരെ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അങ്ങനെ എതിർക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ജയിച്ചു വന്നതിന് ശേഷം ജനങ്ങളെ അധിക്ഷേപിക്കരുത്. ജനങ്ങളാണ് വേടാൻ നിങ്ങളുടെയൊക്കെ ശക്തി. ആ ജനങ്ങളിൽ എല്ലാ ദളിതന്മാരും ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും മാത്രമല്ല, സാവാലവൃത്ത ജനങ്ങളിലും ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ മുഖത്ത് നോക്കി പല്ലൊളിച്ച് കാണിക്കരുത്. അവരെ നോക്കിയിട്ട് പറയുകയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് എന്തോ കയ്യബദ്ധം പറ്റിയതാണ്. ഇത് ശരാശരി ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞോട്ടെ. രാഷ്ട്രീയക്കാർ അങ്ങനെ എതിരാളികളെ കുറിച്ച് പലതും പറയും, പല ന്യായങ്ങളും പറയും. ഇപ്പൊ KM മുരളീധരൻ നേരത്തെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. CPIയിലെ പല നേതാക്കൾ അവർ പറയും രാഷ്ട്രീയക്കാരാണ്. വേടൻ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണോ? നിങ്ങൾ റാപ്പ് സംഗീതത്തിലൂടെ ദളിത് രാഷ്ട്രീയം പറയുന്ന ആ രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിലെ കക്ഷികളല്ലല്ലോ. അപ്പോൾ വന്നു നിന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി മാത്രമല്ല, എത്ര പാവപ്പെട്ടവർക്കാണ് സുരേഷ് ഗോപി സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത്. എത്രയോ പാവപ്പെട്ടവർക്കാണ്. ആ പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്ത വ്യക്തിത്വത്തെ നമ്മൾ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. എൻ്റെ ആരുമല്ല സുരേഷ് ഗോപി, എനിക്ക് അങ്ങനെ ബന്ധമുള്ള ആളുമല്ല.
പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തു വെക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കൂ, ശ്രീചിത്രയിൽ കഴിഞ്ഞ 3 വർഷമായി പരിഹരിക്കാതെ കിടന്നൊരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോയി 24 മണിക്കൂറിനകം അത് പരിഹാരമുണ്ടാക്കിയത്. അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്യുന്നു. വിദേശികളായ എത്രയോ പെൺകുട്ടികളെയാണ് കോവിഡ് കാലത്തും യുദ്ധകാലത്തുമൊക്കെ കേരളത്തിൽ കൊണ്ടുവരുന്ന നഴ്സുമാരും ഒക്കെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് അദ്ദേഹം എടുത്തുള്ള എഫർട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും രാജ്യസഭാ അംഗമായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹം പൊതുരംഗത്ത് വന്നതിന് ശേഷം എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കൂ. താങ്കൾ ഒരു കലാകാരനായതുകൊണ്ട് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മിമിക്രി കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട്. അവർ ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാമിൽ പോയി സുരേഷ് ഗോപിയെ കുറിച്ച് അവർ സംസാരിക്കുന്ന വീഡിയോസ് ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് കാണാൻ പറ്റും. നിങ്ങളൊന്ന് കേട്ട് നോക്കുക. സുരേഷ് ഗോപി അവർക്ക് ദൈവമാണ്. പാവപ്പെട്ട മിമിക്രി കലാകാരന്മാർക്കും സാധുക്കളായ കലാകാരന്മാർക്കും ദൈവമായി നിൽക്കുന്നത് സുരേഷ് ഗോപിയെ പോലുള്ള നടന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ജയിക്കുമ്പോൾ അവരെയൊക്കെ തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിച്ച് ബഹളം ഉണ്ടാക്കിയാൽ ഇനി എങ്ങനെയാണ് സെലിബ്രിറ്റികൾ വന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, ഏത് പാർട്ടിയിലായിക്കോട്ടെ? അതുകൊണ്ട് തന്നെ വേടൻ ചിലത് തിരുത്തണം, തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകാൻ കഴിയൂ. മറ്റൊരു ന്യായവും പറഞ്ഞാൽ കഴിയില്ല. സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ വിട്ടേക്കുക. അവരൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. ഏതു പാർട്ടിയിൽ നിന്നാലും സുരേഷ് ഗോപിമാർ ഈ നാടിന്റെ സമ്പത്താണ്. അവർ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോകട്ടെ. അശരണരായ ഓരോരുത്തർക്കും 1 രൂപയെങ്കിലും ചായ കുടിക്കാൻ കിട്ടുന്ന ആളിനെ അതിന്റെ ദുഃഖം അറിയാൻ പറ്റൂ. മാറി നിന്ന് തള്ളി മറിക്കുന്നവർക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. അവർക്ക് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കാം.